വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24 അധ്യായം 9, 12, 13, 21 തിരുവചനങ്ങൾ. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എന്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. ഓർമ്മിക്കുക, യുഗാന്ത്യത്തിന്റെ അടയാളങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഈശോ പറഞ്ഞ 8 സുപ്രധാന അടയാളങ്ങളിൽ 3 14, 10, 15, 10 ഇന്നത്തെ ചിന്തകളിൽ പറഞ്ഞിരുന്നു. യുഗാന്ത്യത്തിനും മിശിഹായുടെ 2ാം വരവിന് മുൻപായി വലിയ മതപീഡനം ക്രിസ്തു ശിഷ്യർ നേരിടേണ്ടി വരുന്നതാണ് 4ാമത്തെ അടയാളം. അവർ തങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങളിൽ ചിലർ വധിക്കപ്പെടുമെന്നും ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാനിടയില്ലാത്തതുമായ വിധം ഉഗ്രപീഡനം അന്നുണ്ടാകുമെന്നും ക്രിസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സർവവ്യാപകമായ മതപീഡനവും രക്തസാക്ഷിത്വവും ക്രൈസ്തവ ജനത അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് സ്പഷ്ടം. മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹം വറ്റിവരണ്ട് ഇല്ലാതായിത്തീരുന്ന അവസ്ഥയുണ്ടാകുമെന്നതാണ് 5ാമത്തെ അടയാളമായി നൽകപ്പെട്ടിരിക്കുന്നത്. അതിനു കാരണമായി പറയുന്നതാകട്ടെ ലോകത്ത് അധർമ്മം വർദ്ധിക്കുമെന്നതാണ്. തന്മൂലം പലരുടെയും സ്നേഹം തണുത്തുപോകും. സത്യവും നീതിയും അന്യമായി തീരുകയും വഞ്ചനയും കാപട്യവും നുണയും വ്യാപകമാവുകയും ചെയ്യുന്നതോടുകൂടി സ്നേഹം ചുരുക്കപ്പെടാൻ പ്രേരണയുണ്ടാകും. അക്രമങ്ങളും ഭീകരപ്രവർത്തനങ്ങളും വർദ്ധിക്കുമ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹശക്തി കുറയാൻ ഇടയാകും. അങ്ങനെ സ്നേഹവും കരുണയും വറ്റിയ മനുഷ്യരായിരിക്കും യുഗാന്ത്യ നാളുകളിൽ ലോകത്ത് നിറയുക. ഈ വക അടയാളങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയ സാഹചര്യത്തിൽ നമ്മുടെ ചിന്തകൾക്കപ്പുറം എന്ത് സംഭവിച്ചാലും അനുഭവിച്ചേ മതിയാകൂ എന്ന ബോധ്യത്തോടെ ദൈവത്തോട് ചേർന്ന് 91-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നത് പ്രകാരം, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല എന്ന വചനം ഉൾക്കൊണ്ട് കരുത്താർജിക്കുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നു പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്കഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല.
ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടു തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ച് അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോടു കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോടു ചേർന്നു നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.